പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലാതാൻ. നമ്മൾ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യമാണ്. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദാമെയും ഹവ്വയെയും സൃഷ്ടിച്ച് അവരെ ദൈവത്തിന്റെ തേജസ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഗ്ലോറി ആണ് അവര് ഉടുത്തിരുന്നത്. അതുകൊണ്ട് അവർക്ക് നാണം തോന്നിയതുമില്ല. മനുഷ്യനും ഭാര്യയും, അതായത് ആദാമും ഹവ്വയും, അവർ ഇരുവരും നഗ്നനായിരുന്നു, പക്ഷെ അവർക്ക് നാണം തോന്നി. ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ തേജസ് അവർ ഉടുത്തിരുന്നു കൊണ്ട് അവർക്ക് നാണം തോന്നിയതുമില്ല. അവർ പാപം ചെയ്തപ്പോൾ, ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് അവർ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ തേജസ് അവരിൽ നിന്ന് വിട്ടുപോവുകയാണ്. ദൈവത്തിന്റെ തേജസ് അവരിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവർക്ക് നാണം തോന്നുകയാണ്. ദൈവമക്കളെ, നമ്മൾ പാപം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങ് പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ദൈവം എന്ന പ്രകാശമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളിൽ ഇരുട്ട് വന്ന് ചേരുകയാണ്. അങ്ങനെ ഇരുട്ട് വന്നു ചേരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവർ പാപം ചെയ്തപ്പോൾ, ഹല്ലേലൂയ, ഇവർക്ക് നാണം തോന്നുകയാണ്. ഹല്ലേലൂയ. ഇവ നമ്മളിവിടെ കാണുകയാണ്. ഹല്ലേലൂയ. അവർ സ്ത്രീ കണ്ട ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ഉടനെ ഇവരുടെ കണ്ണ് തുറന്നു, താങ്കൾ നഗ്നരെന്ന് അറിഞ്ഞു. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ പറയുകയാണ്, തിന്നരുതെന്ന് ദൈവം പറഞ്ഞ ഫലം അവർ ഭക്ഷിച്ചപ്പോൾ അവർക്ക് കണ്ണു തുറന്നു, ദൈവത്തിന്റെ തേജസ് അവരിൽ നിന്ന് വിട്ടുപോവുകയാണ്. അങ്ങനെ അവര് നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. അത്തിയിലയാണ് അവര് കൂട്ടിത്തുന്നി അവർക്ക് അരയാട ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിന്റെ വൃക്ഷങ്ങളിൽ ഇടയിൽ ഒളിച്ചു. നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുകയാണ്. നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന്, ജനസമൂഹത്തിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കും. ദൈവമക്കളെ, നമ്മൾ സത്യത്തോടെ നേരോടെ പാപം ചെയ്യാതെ ജീവിക്കുമ്പോൾ ആരുടെ മുമ്പിലും നമ്മൾക്ക് നിവർന്നു നിൽക്കുവാനായിട്ട് സാധിക്കും. അതും ഇവിടെ അവർ പാപം ചെയ്തപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവർ ഓടി ഒളിക്കുന്നതാണ് നമ്മൾ അവിടെ കണ്ടത്. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു, ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവർ പറഞ്ഞു. നീ നഗ്നെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് നീ പറഞ്ഞ ഫലം നീ തിന്നുവോ എന്ന് യഹോവയായ ദൈവം അവനോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. അവിടെ യെസ് ഓർ നോ ആൻസർ അവന് പറയുന്നതിന് പകരം അവൻ പറയുകയാണ്, നീ തിന്നരുന്ന്, നീ എനിക്ക് തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. അവിടെയും അവൻ ജസ്റ്റിഫിക്കേഷൻ പറയുകയാണ്. യെസ് ഓർ നോ ആൻസറിന് പകരം, ഹല്ലേലൂയ, അവൻ ജസ്റ്റിഫിക്കേഷൻ പറയുകയാണ്. അവിടെ ദൈവം പിന്നെ എന്തു ചെയ്തു? ദൈവം പറയുകയാണ്, ദൈവം ആദമിനും അവന്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. മനുഷ്യന്റെ ബുദ്ധിയിൽ അത്തിയുടെ ഇല തുന്നി അവർ ഉടുപ്പുണ്ടാക്കിയാണ്. അത്തി ഇല കൊണ്ടുള്ള ഉടുപ്പിനുള്ള പ്രത്യേകത എന്താണ്? അത് ഭാഗികമായി സുതാര്യമാണ്. അത് അത്തിയില തുന്നി നമ്മൾ ഡ്രസ് ഉണ്ടാക്കിയാൽ ശരീരം പുറത്തു കാണാം. ദൈവം പറയുന്നു, നീ വസ്ത്രം ധരിക്കുമ്പോൾ നീ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, നിന്റെ ശരീരം മറ്റുള്ളവരെ കാണിക്കുവാനുള്ളതല്ല, അത് മുഴുവനായി മറഞ്ഞിരിക്കണമെന്ന് ദൈവം കാണുകയാണ്. ദൈവം പറയുകയാണ്, നീ വസ്ത്രം ഉപയോഗിക്കുമ്പോൾ നിന്റെ വസ്ത്രം കട്ടിയുള്ളതായിരിക്കണം, അത് സുതാര്യമാകരുത് എന്ന് ദൈവം പറയുകയാണ്. ദൈവം അവരോട് പറയുകയാണ്, നീ പാർഷ്യലി ട്രാൻസ്പെറന്റ് ആയ
ഡ്രസ്സല്ല നീ ഉപയോഗിക്കേണ്ടത്. നീ ഉപയോഗിക്കേണ്ട ഡ്രസ്സ് കട്ടിയുള്ളതും സുതാര്യമല്ലാത്തതുമായ ട്രാൻസ്പെറന്റ് അല്ലാത്തതുമായ ഡ്രസ്സാണ് നീ ഉപയോഗിക്കേണ്ടതെന്ന് ദൈവം മനുഷ്യനോട് പറയുകയാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? അവനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിക്കുകയാണ്. ഒരു മൃഗത്തെ കൊന്ന മൃഗത്തിന്റെ തോൽ കൊണ്ട് അവർക്ക് ഉടുപ്പുണ്ടാക്കുകയാണ്. മൃഗത്തിന്റെ തോലിന്റെ പ്രത്യേകത എന്താണ്? ആ തോല് കട്ടിയുള്ളതാണ്. അത് ട്രാൻസ്പെറന്റ് അല്ല. നമ്മുടെ ശരീരം പുറത്ത് കാണുകയില്ല. ദൈവത്തിന്റെ അഡ്വൈസ് ദൈവം നമുക്ക് തരുമ്പോൾ, നമ്മൾ ദൈവമക്കളായി ജീവിക്കുമ്പോൾ, സ്ത്രീയോ പുരുഷനോ ആരുമാകട്ടെ, നമ്മൾ ദൈവമക്കളായി ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനായി കവർ ചെയ്ത് ഡ്രസ്സ് ധരിക്കണമെന്ന് യഹോവയായ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ഉപദേശം പാർഷ്യലി ട്രാൻസ്പെറന്റ് ആയ ഡ്രസ്സ്, നൈസായ ഡ്രസ്സ്, ശരീരത്തെ പുറത്തു കാണിക്കുന്ന ഡ്രസ്സ് ധരിക്കണമെന്നാണ് മനുഷ്യൻ നമ്മളെ ഉപദേശിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, നീ ശരീരത്തെ മുഴുവനായി കവർ ചെയ്ത് തിക്കായിട്ടുള്ള ഹല്ലേലൂയ മൃഗത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രം നീ ധരിക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെപ്പോഴും കട്ടിയുള്ള ഡ്രസ്സ്, നമ്മുടെ ശരീരം മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല, അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കണമെന്ന് യഹോവയായ ദൈവം മനുഷ്യനോട് പറയുകയാണ്. നമ്മൾ ദൈവത്തിന്റെ വചനമനുസരിച്ച്, ദൈവത്തിന്റെ ഉപദേശമനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഒരിക്കലും ലജ്ജിച്ച് പോകുകയില്ല. ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ച് പോകുകയില്ല. മനുഷ്യന്റെ ഉപദേശം നമ്മൾ കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ലജ്ജിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ എപ്പോഴും ശരീരം മുഴുവനായി മറച്ച ദൈവം നമ്മെ പഠിപ്പിച്ച രീതിയിലുള്ള ഡ്രസ്സ് നമ്മൾ ധരിക്കണമെന്ന് ദൈവമക്കളെ ഞാൻ ഓർപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 25 സങ്കീർത്തനം ദാവീദ് പറയുകയാണ്, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല. യഹോവയായ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ആരെങ്കിലും ദൈവത്തെ കാത്തിരിക്കുന്നുണ്ടോ, ദൈവത്തിന്റെ വചനമനുസരിച്ച് നീ ജീവിക്കുന്നുണ്ടോ എങ്കിൽ നീ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുത്. ദാവീദ് പറയുകയാണ്, മഹാരാജാവ് പറയുകയാണ്, എന്റെ ദൈവമേ നിന്നിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. നിന്റെ ഉപദേശം അനുസരിച്ചാണ് ഞാൻ നടക്കുന്നത്, മനുഷ്യന്റെ ഉപദേശം അനുസരിച്ചല്ല ഞാൻ നടക്കുന്നത്. ദാവീദിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ കുതിച്ച് നൃത്തം ചെയ്യുന്നവനായിരുന്നു ദാവീദ്. എല്ലാം മറന്ന്, ഞാൻ രാജാവ് എന്നുള്ള കാര്യം മറന്ന്, സ്വതമേ മറന്ന് ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ കുതിച്ച് നൃത്തം ചെയ്യുന്ന ദാവീദിനെ നമുക്ക് കാണാം. ആ ദാവീദ് പറയുകയാണ്, നിന്നെ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ച് പോകുകയില്ല, നിന്നിൽ ആശ്രയിക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. എന്റെ ശത്രുക്കൾ എന്റെ മേല ജയം ഘോഷിക്കരുതേ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിന് ലജ്ജിച്ചു പോയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. ദാവീദ് പറയാണ്, നിന്റെ വഴികളെ നീ എന്നെ അറിയിക്കണമേ. നിന്റെ വഴികൾക്ക് അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ലജ്ജിച്ചു പോകുവാൻ ദൈവമേ നീ ഇടയാക്കരുതേ എന്ന് പറയുകയാണ്. അപ്പോ ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ, അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. 31 സങ്കീർത്തനത്തിൽ വീണ്ടും ദാവീദ് പറയുകയാണ്, യഹോവയെ നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. മനുഷ്യനെ ഞാൻ വിളിച്ചപേക്ഷിച്ചെങ്കിൽ, മനുഷ്യന്റെ ഉപദേശം കേട്ട് ഞാൻ നടക്കുന്നുവെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോയേനെ. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ച് പോകുകയില്ല. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാണ് പ്രവാചകനായ ശൗമേൽ വന്നിട്ട് നിന്റെ മക്കളെ മുഴുവൻ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ യെശായി ദാവീദിനെ മാത്രം വിളിച്ചില്ല. അവൻ വനാന്തരത്തിൽ ആട് നോക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ മറ്റുള്ള മക്കളെയെല്ലാം വിളിച്ചു. ഹല്ലേലൂയ. കഴിവ് കുറഞ്ഞവനായ, പ്രാപ്തി കുറഞ്ഞവനായ, അറിവ് കുറഞ്ഞവനായ
അറിവ് കുറഞ്ഞവനായ ദാവീദിനെ മാത്രം വിളിച്ചില്ല. പക്ഷേ ദൈവഹൃദയങ്ങളെ തൂക്കി നോക്കിയപ്പോൾ ദാവീദിന്റെ പ്രത്യേകത എന്താണ്? ദാവീദ് വനാന്തരത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുള്ള ദാവീദിനെ ദൈവം പൊക്കിയെടുത്ത് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തു. നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമുണ്ട്. നാം ദൈവത്തിന്റെ മുഖത്തേക്ക് ദൈവത്തിൽ നോക്കി ജീവിക്കുന്നുവെങ്കിൽ, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല എന്ന് ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രത്യാശ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവനും ലജ്ജിച്ചു പോകും. നിന്നെ ഹല്ലേലൂയ, ഇസ്രായേലിന്റെ രക്ഷയായ ദൈവം യിരെമ്യാവ് പറയുകയാണ്, ഇസ്രായേലിന്റെ രക്ഷയായ ദൈവമേ, ദൈവത്തെ ഉപേക്ഷിച്ച് ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അവൻ ലജ്ജിച്ചു പോകും എന്ന് യിരെമ്യാ പ്രവാചകൻ നമ്മോട് പറയുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ ഉപദേശങ്ങൾക്ക് വിട്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകും. മനുഷ്യന്റെ ഉപദേശം നമ്മൾ കേട്ട് ജീവിച്ചാൽ നമ്മൾ ലജ്ജിച്ചു പോകും. ദൈവം നമ്മെ പഠിപ്പിച്ചത് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ആരുടെയും മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തനാക്കും. ദൈവത്തിന്റെ സകല വിശുദ്ധന്മാരും അവന്റെ തൃക്കൈകളിലാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവം നമ്മെ കാസൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. അങ്ങനെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, അവന്റെ ചട്ടങ്ങൾ നമുക്ക് അനുസരിക്കാം, അവന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കി ജീവിക്കാം, അവന്റെ അനുസരിച്ച് ജീവിക്കാം, അവന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാം. അവന്റെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ആരുടെയും മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ നമ്മൾ പ്രാപ്തനാകുമെന്ന ദൈവത്തിന്റെ വചനത്തില് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ കുരുവാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയതുമില്ല. ദൈവമക്കളെ, ദൈവത്തിന്റെ തേജസ് നമ്മൾ തെറ്റു ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് നാണം തോന്നുകയില്ല. ദൈവത്തിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുകയില്ല. തെറ്റു ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കും. അവൻ പ്രകാശമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. നമ്മൾ പ്രകാശത്തിൽ നമ്മൾ നിൽക്കണമെങ്കിൽ, ഇരുട്ടിലേക്ക് നമ്മൾ മാറി മറിഞ്ഞു പോകണമെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമേ മാറി മറിഞ്ഞു പോവുകയുള്ളൂ. നമ്മൾ തെറ്റ് ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം കാലം പ്രകാശത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയും, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുവാൻ കഴിയും. അതുകൊണ്ട് അവരുടെ തേജസ് തെറ്റ് ചെയ്തപ്പോൾ ദൈവത്തിന്റെ തേജസ് ദൈവം അവരിൽ നിന്ന് വിട്ടുപോയി, ദൈവത്തിന്റെ തേജസ് അവരിൽ നിന്ന് മാറിപ്പോയി. അവർക്ക് നാണം തോന്നുകയാണ്. അവർ അത്തിയില തുന്നി അവർക്ക് ഡ്രസ് ഉണ്ടാക്കി. ദൈവം പറയുകയാണ്, മകനെ മകളെ, നീ അത്തിയില കൊണ്ട് ഡ്രസ് ഉണ്ടാക്കരുത്, അത് പാർഷ്യലി ട്രാൻസ്പെറന്റ് ആണ്, നിന്റെ ശരീരം മറ്റുള്ളവർ കാണും, നീ അരുത് അരുത് അരുത്, ഞാൻ നിനക്ക് ഡ്രസ് ഉണ്ടാക്കി തരാം. ഹല്ലേലൂയ. ഒരു മൃഗത്തെ കൊന്ന മൃഗത്തിന്റെ തോൽ കൊണ്ട് അവന് ഡ്രസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് കട്ടിയുള്ളതാണ്. ആ ഡ്രസ് നീ ഉപയോഗിച്ചാൽ നിന്റെ ശരീരം മറ്റുള്ളവർ കാണുകയില്ല. നീ ഉപയോഗിക്കുന്ന നിന്റെ ഡ്രസ് നിന്റെ പാർഷ്യലി ട്രാൻസ്പെറന്റ് ആകരുത്, അത് കട്ടിയുള്ളതായിരിക്കണം, നിന്റെ ശരീരം മറ്റുള്ളവർ കാണരുത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഈ വചനത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.